ഹായ്, SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പല പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര നാണമാണ്, പുറത്തിറങ്ങാനും ആളുകളോട് ഇടപഴകാനൊക്കെ ഭയങ്കര ഒരു മടിയാണ്. ഇങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ നാണം മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പുരുഷന്മാരുടെ മടി മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ അധികം ആരോട് സംസാരിക്കില്ല, ബിക്കോസ് ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇങ്ങനെ നമ്മൾ വിചാരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് അത് അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്, അതായത് പിടിച്ചെടുക്കും. പിന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരുന്നുണ്ടാവുക, ഞാൻ അധികം സംസാരിക്കില്ല, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് എനിക്ക് ആരോടും അധികം സംസാരിക്കാൻ പറ്റില്ല. ഈ രീതിയിലായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ആരോടും സംസാരിക്കാനായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ സംസാരിക്കാൻ പോവുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ചിന്ത ആദ്യം നിങ്ങൾ മാറ്റുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതായത് നമ്മൾ അധികം ആരോട് സംസാരിക്കാൻ പോയില്ല, അധികം ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രോവേർട്ട് പേഴ്സൺ ആണെന്നുള്ളത് മറ്റുള്ളവർ പറയും. നേരെ മറിച്ച് നന്നായി സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആൾ എക്സ്ട്രോവേർട്ട് ആണെന്നുള്ളത് ബാക്കിയുള്ളവർ പറയുന്നുള്ളതാണ്. സോ അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇൻട്രോവേർട്ട് ആണ് എന്നൊരു ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കും എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതും മാറ്റാനായിട്ട് ശ്രമിക്കുക. അതായത് ആരും നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കില്ല. നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെയാണ് അവരുടെ അടുത്തേക്ക് പോകേണ്ടത്. ഇപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അതല്ലാതെ നമുക്ക് അവരോട് എന്തോ കാര്യം പറയാനുണ്ട്, പക്ഷെ പോയി സംസാരിക്കാൻ വയ്യ, അവരിങ്ങോട്ട് വരികയാണെങ്കിൽ ആ കാര്യം പറയാമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവരങ്ങനെ വരില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് ചെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ധൈര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തന്നെ പറയണം, മറ്റാരും വന്ന് പറയില്ല. അതുകൊണ്ട് ആ ഒരു ധൈര്യം അല്ലെങ്കിൽ പറയാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും വലിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്, ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ, ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഡേഞ്ചർ സോൺ ആണെന്നുള്ളത്. അതായത് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, കടന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമായിരിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. സോ ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മളുടെ ധൈര്യമുള്ള സ്ഥലമാണ്. അതായത് നമുക്ക് അവിടെ പേടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡേഞ്ചർ സോണിലേക്ക് പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് ധൈര്യം വന്ന് തുടങ്ങുന്നത്. അതായത് ഏതൊരു കാര്യം ചെയ്യാനും നമുക്ക് ധൈര്യം വരണമെന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കിണറ്റിൽ പോയി ചാടാനോ തീയിൽ പോയി ചാടാനൊന്നും അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് തോന്നുന്നൊരു കാര്യം, അതായത് ഇത് ചെയ്യാൻ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്, ഇങ്ങനെ തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോയി സംസാരിക്കാനുള്ള നാണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളോട് സംസാരിക്കാനും ഒരു മടിയും നാണവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ആ ഒരു കാര്യം ചെയ്തു തുടങ്ങുക, അതായത് പെൺകുട്ടികളോട് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാതെ അതിൻ്റെ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. സോ ആ കോൺഫിഡൻസിലൂടെ തന്നെ നമ്മുടെ മടി മാറ്റാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നെഗറ്റീവ് ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ പലർക്കും ഒരു ചിന്ത ഉണ്ടായിരിക്കും, എന്നെ ആർക്കും ഒരു വിലയില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിച്ച് വെക്കരുത്. ഇത് ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ആ കാര്യമാണ് നടക്കാനുള്ള ചാൻസ് കൂടുതൽ. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് തീവ്രമായി നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമുക്ക് കിട്ടുന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി വരെ അതിന് കാരണമാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യം എന്താണോ ആ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കും എന്നുള്ളതാണ്. ആ കാര്യം നേടുന്നതായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ബിക്കോസ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. സോ ആ കാര്യം നമുക്ക് കിട്ടാനായിട്ട് ഒരു പരിധി വരെ നമ്മുടെ ആ ചിന്ത ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മീൻസ് എന്നെ ആർക്കും വിലയില്ല എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ പിന്നെ ആർക്കും ഒരു വില ഉണ്ടാവില്ല, അതങ്ങനെ വരും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതും പലരും ചെയ്യാത്ത കാര്യമാണ്. അതായത് നമ്മൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിരി അവർക്ക് കൊടുത്തേക്കുക.
ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും, ചിരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് ചിരിക്കില്ലേ, ഞാൻ നാണം കെടും, ഇനിയിപ്പോൾ അവർ എന്നോട് ദേഷ്യപ്പെടുമോ, എന്തിനാ ചിരിച്ചതെന്നുള്ളത് ചോദിക്കുമോ, ഇങ്ങനെയൊക്കെ ഭയങ്കര പേടിയുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ ആദ്യം ചിരിക്കുമ്പോൾ അവർ തിരിച്ച് ചിരിക്കണം എന്നൊന്നുമില്ല, കാരണം നമ്മൾ പരിചയമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തിരിച്ച് ചിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തന്നെ കുറേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, വളരെ മുന്നൊക്കെ ഞാനിങ്ങനെ ആരെങ്കിലും കണ്ടു ഞാൻ ചിരിക്കും. അപ്പോൾ തിരിച്ച് ചിരിക്കാണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി, മീൻസ് പിന്നെ എനിക്ക് ചിരിക്കാനുള്ള ധൈര്യം വന്നു തുടങ്ങി. ആരെ കണ്ടു കഴിഞ്ഞാലും ചിരിക്കാൻ പ്രശ്നമല്ല, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ആരോട് വേണമെങ്കിലും ചിരിക്കാം. അപ്പം നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും പോകുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മൾ ആരോടാണ് ചിരിക്കുന്നത് അവർക്കത് കിട്ടുകയാണ് ചെയ്യുക. സോ ചിരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അതുപോലെ മോശപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് ചിരിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടുക. മീൻസ് നമുക്ക് തീരെ പരിചയമില്ല, പക്ഷെ നമ്മൾ അവരോട് ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം കിട്ടും. അതേസമയം ഇങ്ങനെ ചിരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ധൈര്യം കൂടി വരും എന്നുള്ളതാണ്. മീൻസ് നമുക്ക് പരിചയമില്ലാത്ത ആളുകളോട് കൂടി സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന നാണം, മടി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് ഒന്ന് ചിരിക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ പുറത്തു പോയി സംസാരിക്കാനോ മറ്റുള്ളവരോട് ഇടപഴകാനോ ഒക്കെ ഭയങ്കര പേടിയുള്ള, മടിയുള്ള, നാണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിരിക്കും. അങ്ങനെ മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി, നിങ്ങൾക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുള്ളവരോ ആണെന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്